വളരെ പെട്ടെന്ന് ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയായൊരു ദുആ ഉണ്ട്. ഈ ദുആ ചെയ്ത് അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും ഉടനടി അതിന് ജവാബ് നൽകും എന്നുള്ളതും, നമുക്ക് മുമ്പേ കടന്നുപോയ അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരൊക്കെ ഈ ഒരു ദുആ പതിവാക്കിയിരുന്നു. ചിലർക്ക് വലിയ അത്ഭുതങ്ങൾ ഈ ദുആ കാരണമായിട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാലം ഇത്രയും ഏതു പ്രതിസന്ധികളിൽ ആരകപ്പെടുന്നോ അവരൊക്കെ ഈ ദുആ ആണ് അവരുടെ അവലംബമായിട്ട് മുറുകെ പിടിച്ചിരുന്നത്. അത്രമേൽ ശ്രേഷ്ഠമേറിയ ആ ദുആ ഒരു നിസ്കാരം നിസ്കരിച്ച് 40 പ്രാവശ്യം ആ നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായൊരു സുജൂദ് ചെയ്ത് ആ സുജൂദിലായി 40 പ്രാവശ്യം ഈ ദുആ അങ്ങനെ ബിസ്മി ചൊല്ലി ചെയ്താൽ അവൻ ഏതു കാര്യത്തിന് വേണ്ടിയാണോ ഇങ്ങനെ ഈ അമൽ ചെയ്തിട്ടുള്ളത് ആ കാര്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു രാജാവിൻ്റെ ഖജാനയിൽ നിന്ന് ഒരു പുരാവസ്തു ലഭിക്കുകയാണ്. ആ പുരാവസ്തു ലഭിച്ച് അതിൽ നിന്ന് ഒരു അതിലുള്ള കുറിപ്പ് നോക്കുമ്പോൾ അതിൽ ബിസ്മി എഴുതിയിട്ട് ഈ ദുആ ചേർത്തിയിട്ട് പറയുകയാണ്, ഈ ദുആ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ദുഃഖമില്ലാത്ത ജീവിതം, സന്തോഷദായകമായ ജീവിതം, ദുഃഖങ്ങളുടെ അടിവേര് പിഴുതെടുക്കുന്ന ദുആ ആണിതെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്രമേൽ ശ്രേഷ്ഠമേറിയ ആ ദുആ വിശുദ്ധ ഖുർആനിലെ ഒരായത്തും കൂടെയാണ്. ഇന്ന് ആ ദുആനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ദുആ ആണ്. പക്ഷേ ഇതിൻ്റെ മഹത്വം ഇത്രമേൽ ഉണ്ട് എന്നും ഒരുപക്ഷെ പലർക്കും അറിയുന്നത് ഇതിങ്ങനെ ദുആ ചെയ്യാം എന്നേ ഉള്ളൂ. ഇതിന് ഇത്രമേൽ മഹത്വം ഉണ്ട് എന്നറിയുന്നവർ അപൂർവമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിനെ കുറിച്ച് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലം അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഖൈറിൻ്റെ വാതായനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത കടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളുടെയൊക്കെ അപ്ഡേഷന് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അറിയിക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ
ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ അറിയാവുന്ന എടുക്കുള്ളൂ ഒരു എന്നുള്ളത് ദുആഇനെ അറിയിക്കുകയാണ്. കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ കാണാതറിയുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു ദുആ ആണ്. ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. സൂറത്തുൽ അംബിയയിലെ അതിവിശിഷ്ടമായ ആയത്ത്. ഏതാണ് ആയത്ത്? ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ആയത്ത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രവാചകൻ്റെ, ഒരു നബിയുടെ പേര് ഓർമ്മ വരും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിസ്സലാം, ആ പ്രവാചകർ അനുഭവിച്ച ഒരു പ്രതിസന്ധിയെയും ഓർമ്മ വരും. അങ്ങനെ ഈ ഒരു ദിക്ർ നിങ്ങൾ ആ പ്രവാചകർ ചൊല്ലിയപ്പോഴാണ് അവർക്ക് അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സാധിച്ചത് എന്നത് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. അതാണ് മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രതിസന്ധിയിലകപ്പെടുന്ന സമയത്ത് നമുക്ക് വളരെയധികം വിശ്വാസത്തോടുകൂടെ മുറുകെ പിടിച്ചാൽ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്നുറപ്പുള്ള അതിവിശിഷ്ടമായ ഒരു ആയത്താണിത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പേഴ്സണലി അനുഭവമുള്ള ഒരനുഭവം ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയുകയാണ്. ഒരു വലിയ കേസിലകപ്പെട്ട് ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്ത ഒരു കേസിലകപ്പെട്ട ഒരാൾ ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുന്ന സന്ദർഭം. ഒരിക്കലും ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല. അത്തരം സന്ദർഭത്തിലാണ് അവർ ഒളിവിൽ കഴിയുന്നത്. അങ്ങനെ എല്ലാ കോടതികളിൽ നിന്നും അവരുടെ ജാമ്യം തള്ളിയിരിക്കുകയാണ്. ആരുമറിയാതെ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മറ്റുള്ള ഒരു വഴി ആരൊക്കെയോ അറിയിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തപ്പോൾ അവർക്ക് എങ്ങനെയോ നമ്മുടെ നമ്പർ കിട്ടുകയും മറ്റൊരാളുടെ ഫോണിൽ നിന്ന് അവർ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഇത് നിങ്ങൾ 1,00,000 തവണ ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുകയും അത് വളരെ പെട്ടെന്ന് ചൊല്ലിത്തീർക്കുകയും ചെയ്യുക എന്ന്. അങ്ങനെ അവർ അത് പറഞ്ഞ ഉടനെ തന്നെ അവർ പറയുന്നത്, ഉസ്താദേ ഞാൻ 1,00,000 അല്ല 10,00,000 ചൊല്ലാൻ നേർച്ചയാക്കി. അപ്പോൾ ആ സംസാരത്തിൽ തന്നെ അവർ നേർച്ചയാക്കുകയാണ്. പിന്നീട് നേർച്ചയാക്കുന്നല്ല, ഞാൻ 10,00,000 ഇതാ ഉസ്താദെ ചൊല്ലാൻ നേർച്ചയാക്കുന്നു, എനിക്കതിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന്. അൽഹംദുലില്ലാ ബി ഇദ്നില്ല, അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ള വിവരം അവരറിയിക്കുകയും ചെയ്തു. നമ്മുടെ ഒരു മഹത്വമല്ല അത് ഈ ഒരു ആയത്തിൻ്റെ മഹത്വമാണ്. വിശുദ്ധ ഖുർആനിലെ അതിവിശിഷ്ടമായൊരു ആയത്താണ്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ചില ഹദീസുകളിൽ കാണാം വിശ്വസിച്ചുകൊണ്ട് വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിന് അപാര ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടു കൂടെ ചെയ്താൽ തീർച്ചയായും ഇതിന് നല്ല ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും അള്ളാഹു നമുക്ക് നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദുആഇൻ്റെ പുണ്യം അത് അപാരം തന്നെയാണ്, അത് അത്ഭുതമാണ്. അത് എല്ലാ തിന്മകളെ തടുക്കാനും നന്മകളെ നമ്മിലേക്ക് ചേർത്ത് വെക്കാനും സാധിക്കുന്ന അതിവിശിഷ്ടമായ ഒരു ദുആആണ്. ഇമാം തുർമുദി, ഹാക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം, മത്സ്യവയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണ് ഈ ദുആ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അതുകൊണ്ട് തന്നെ ഏതൊരു മുസ്ലിമും ഈ ദുആ ചെയ്താൽ അള്ളാഹു ഉടനെ ഉത്തരം നൽകും, ഉത്തരം നൽകാതിരിക്കില്ല എന്ന് ഇന്ന് വരെ നാക്ക് കൊണ്ട് സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെയധികം സവിശേഷമായ ദുആ ആണിത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദുആ ആണ്. സൂറത്തുൽ അംബിയയിലെ വളരെ ശ്രേഷ്ഠമേറിയ ആയത്താണിത്. മറ്റൊരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ഒരു വാക്യമറിയാം, അത് ഏത് ദുരിതം അനുഭവിക്കുന്നവൻ ചൊല്ലിയാലും ഉടനെ മോചനം ലഭിക്കും. എൻ്റെ സഹോദരൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആഇൻ്റെ വാക്യമാണിത്. മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരുട്ടിൽ കിടന്നുകൊണ്ട് മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിയപ്പോൾ അള്ളാഹു അവർക്ക് വലിയ മോചനം നൽകി
എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏതേതോ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് തന്നെ നേരിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കേസുകളിൽ അകപ്പെട്ടവർ, ജാമ്യം ലഭിക്കാതെ കഴിയുന്നവർ, വിദേശ രാജ്യങ്ങളിലൊക്കെ കേസുകളിൽ അകപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ നമ്മൾ പല അമലുകളും കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്തി കൊടുക്കാറുള്ള ഒരു അമലാണ് ഈ ഒരു അമല് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റു ഹദീസിൽ കാണാം, ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മത്സ്യവയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിയപ്പോൾ അള്ളാഹു ഉത്തരം നൽകി, അത് വിശ്വാസത്തോടുകൂടെ ഏതൊരാൾ ചെയ്യുന്നോ അവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് ലഭിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഒരായത്താണ് ഇത്. അള്ളാഹു നമുക്ക് അത് ചെയ്യാനും അതുവഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരു ദുആ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മുഖേന എന്ത് ചോദിച്ചാലും അള്ളാഹു സ്വീകരിക്കും, എന്തിനപേക്ഷിച്ചാലും അള്ളാഹു അത് നൽകും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണത് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബേ, ഇത് യൂനുസ് നബിയുടെ മാത്രം ദുആ ആണോ, അതല്ല മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാം പ്രാർത്ഥനയാണോ എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അത് യൂനുസ് നബിക്ക് അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേകമായും മുസ്ലിം സമൂഹത്തിന് പൊതുവായുമുള്ള പ്രാർത്ഥനയാണ്. ഖുർആൻ പറയുന്നത് നീ കേട്ടിട്ടില്ലേ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ധകാരങ്ങളിൽ വിളിച്ച് അള്ളാഹുവിനോട്, ആ മത്സ്യവയറ്റിൻ്റെ ഇരുട്ടിൽ നിന്ന് വിളിച്ച് അള്ളാഹുവിനോട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ദുആ ചെയ്തപ്പോൾ ആ ഭീമമായ ഇരുളിൻ്റെ അകത്ത് നിന്ന് ദുഃഖം അനുഭവിക്കുന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മോചനം ലഭിച്ചു എന്നുള്ളത് കേട്ടിട്ടില്ലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ ആരും ഇത് ദുആ ചെയ്താൽ അവർക്ക് അവരകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാകും. അപ്പോൾ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട, ജയിലുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുക. അതോടുകൂടെ തന്നെ നമ്മൾ കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, അതും ഒരു പ്രതിസന്ധിയാണ്. നമ്മൾ മക്കളെ കൊണ്ട് പ്രയാസപ്പെട്ട് എടുക്കണം, അതൊരു പ്രതിസന്ധിയാണ്. മനുഷ്യൻ്റെ ദുഃഖത്തിനെ വേരോടെ പിഴുതെടുക്കുന്ന വളരെ സവിശേഷമേറിയ ദിവ്യശക്തിയുള്ള ഒരു ദുആ ആണ് ഈ ദുആ. പക്ഷേ ഇവിടെ മുത്തുനബി തങ്ങൾ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ മുഅ്മിനീങ്ങൾ വിശ്വാസത്തോടുകൂടെ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ ഈ ആയത്തുകളൊക്കെ മനസ്സിലാക്കി ഈമാനോടുകൂടെ കൃത്യമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ഫലം ലഭിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ നമ്മൾ 1 ലക്ഷമാണ് അവരോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. അവർക്കൊരിക്കലും ജാമ്യം ലഭിക്കൂല, ജാമ്യത്തിനുള്ള ഒരു വഴിയും അവരുടെ മുമ്പിൽ തുറന്നു കിട്ടൂല എന്നുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരോട് നമ്മൾ 1 ലക്ഷം ചൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ, ഉസ്താദ് ഞാനിത് 10 ലക്ഷം ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അത് വിശ്വാസമുണ്ട് എന്നല്ലേ. ചില ആളുകളോടൊക്കെ നമ്മൾ എന്തെങ്കിലും അമല് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ 1000 പ്രാവശ്യമാണോ എന്ന് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യും. അവർ ഒന്നും കൂടെ അവരെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഒരു പക്ഷേ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ 1000 ചൊല്ലണോ എന്ന അർത്ഥത്തിൽ ചോദിക്കുന്നവരായിരിക്കാം. നമുക്ക് ഏത് അമൽ, അത് വിശ്വാസക്കുറവിനെ സൂചിപ്പിക്കാം. നമുക്ക് ഏത് അമലും ചെയ്യുമ്പോൾ പൂർണ്ണമായ വിശ്വാസം അതിലുണ്ടായിരിക്കുക എന്നുള്ളത് ആ അമൽ കൃത്യമായിട്ട് ഫലം ചെയ്യാൻ കാരണമാകും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയമൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നത്, കൂടുതൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ അത് ചെയ്യുന്നത് അതിൻ്റെ ആ ഫലത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുമെന്നുള്ളതാണ്. ഏതൊരു വിശ്വാസിയും ഇത് 40 പ്രാവശ്യം ഇത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും, തൻ്റെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാപങ്ങളിൽ നിന്ന് വിമുക്തനാവുകയും ചെയ്യും. നമ്മൾ 40 പ്രാവശ്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ 5 പ്രാവശ്യം കഴിഞ്ഞ് സ്ലോവിൽ ചൊല്ലിയിട്ട്
ഇനി 35 പ്രാവശ്യം ചൊല്ലിയാൽ പോരെ? വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. 45 പ്രാവശ്യം എന്നൊക്കെ 40 പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ വിശ്വാസത്തോടു കൂടെ 40 പ്രാവശ്യം ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടം എന്താണ്? ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും, രോഗത്തിൽ നിന്ന് രക്ഷ ലഭിക്കും, ശിഫ ലഭിക്കും, പാപങ്ങളിൽ നിന്ന് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടാൻ അത് കാരണമാകും. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ സ്വപ്നം കാണണം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എനിക്കൊരു കാര്യം സാധിച്ചു കിട്ടാനുണ്ട്, അതിന് ഞാൻ അള്ളാഹുവിനോട് എന്തു തേട്ടമാണ് ഇടതേട്ടമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും വല്ല കാര്യവും അള്ളാഹുവിൽ നിന്ന് സാധിക്കാനുണ്ടെങ്കിൽ അവൻ സുജൂദിൽ കിടന്ന് അവൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദുആ 40 പ്രാവശ്യം ചൊല്ലിക്കൊള്ളട്ടെ. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക, നല്ല റിസൾട്ട് ലഭിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാൻ നമ്മൾ സുജൂദിൽ, നിസ്കാരം കഴിഞ്ഞ് സുജൂദിൽ കിടന്ന്, നിസ്കാരത്തിലുള്ള സുജൂദിൽ, ഇതിലിപ്പോൾ അങ്ങനെയുള്ളത്. മറ്റൊരു റിപ്പോർട്ടിൽ നിസ്കാരം കഴിഞ്ഞ്, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം, 2 രൂപത്തിൽ ചെയ്യാം, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് 40 പ്രാവശ്യം വളരെ ആത്മാർത്ഥമായിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് അവസാനത്തെ സുജൂദിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ അതിന് വലിയ ഇജാബത്ത് കിട്ടും, വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കും, അവൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും. അപ്പോൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഒരു അമലാണിത്. ഒരാൾ ഒരു കാര്യത്തിൽ വിഷമാവസ്ഥയിൽ അകപ്പെട്ടു കഴിയുമെന്ന് വിചാരിക്കാം, അതിലെന്താണ് തീരുമാനിക്കേണ്ടതെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് ഇങ്ങനെ നിൽക്കണം. എന്നാൽ അവന് ചെയ്യേണ്ടത് പൂർണ്ണമായ വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് ആ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയിട്ട് എക്സ്ട്രാ ഒരു സുജൂദും കൂടെ ചെയ്യാം. അതിൽ 40 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന സൂറത്തുൽ അംബിയായിലെ ഈ ആയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് 40 പ്രാവശ്യം ചൊല്ലുക. സുജൂദിന് ശേഷം ആവശ്യമുള്ളതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക, ഉത്തരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എന്തുദ്ദേശം സാധിക്കാനും ഇത് ചെയ്യാം, ഇത് ഏതു സമയത്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലത് പാതിരാക്ക്, തഹജ്ജുദിനോടടുത്ത സമയത്ത്, അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്തൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ്. അപ്പോൾ 2 രൂപത്തിൽ പറഞ്ഞു. ഒന്ന്, നിസ്കാരത്തിലുള്ള അവസാനത്തെ സുജൂദിൽ 40 പ്രാവശ്യം ഏതെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്ന നിയ്യത്തോടു കൂടെ ചെയ്യുന്നത്. രണ്ടാമത്തത്, നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞതിൻ്റെ ശേഷം എക്സ്ട്രാ ഒരു സുജൂദ് ചെയ്ത് ആ സുജൂദിൽ 40 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമേറിയ സൂറത്തുൽ അംബിയാഇൻ്റെ ഈ ആയത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവൻ്റെ ഏതു കാര്യങ്ങളും സാധിച്ചു കിട്ടാൻ അത് മാത്രം മതിയാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നടക്കാത്ത എത്രയോ ആഗ്രഹങ്ങളുണ്ട്. ഒരിക്കലും നടന്നു കിട്ടുമെന്ന പ്രതീക്ഷയില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ അമൽ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു രാജാവിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു പുരാവസ്തു ലഭിക്കുകയാണ്. അതിൽ മുദ്ര വെച്ചിട്ടുള്ളൊരു കടലാസുണ്ട്. അപ്പോൾ അതിൻ്റെ സീല് പൊട്ടിച്ച് അത് നിവർത്തി നോക്കിയപ്പോൾ അതിൽ എഴുതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് കൈകൾ ഉയർത്തി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ആ ദുആ ചൊല്ലി അള്ളാഹുവിനോട് ചോദിച്ചാൽ സകല ദുഃഖങ്ങളും വേരോടെ പിഴുതെടുത്തപ്പെടാൻ അത് കാരണമാകുമെന്ന് എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. അപ്പോൾ ഒരു രാജാവിൻ്റെ ഖജാന, അതിൽ നിന്ന് കിട്ടിയ ഒരു കുറിപ്പിലുള്ളതാണത്. അപ്പോൾ അത്രയും ഏതു മനസ്സിനെ ഉലയ്ക്കുന്ന, ഹൃദയത്തിനെ തകർക്കുന്ന ഏതു പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്ന വളരെ സവിശേഷമേറിയ ഒരു ദുആ ആണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ഈ ദുആ. എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ ദ്രോഹങ്ങൾ തട്ടിപ്പോകാൻ, അതവർക്ക് ദ്രോഹിക്കാൻ പറ്റാതിരിക്കാൻ, നമ്മൾ ആക്രമിക്കുമെന്ന ഭീതിയോടുകൂടെ കഴിയുന്നവർ, വല്ല സ്ഥാനമാനങ്ങളും ജോലി നഷ്ടപ്പെടുക
ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ അകപ്പെടുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ ആയത്ത് കൃത്യമായി 41 പ്രാവശ്യം അത് ഏറുകയോ കുറയുകയോ ചെയ്യാതെ, ഇടയ്ക്കു സംസാരിക്കാതെ സുബ്ഹ് നിസ്കരിച്ച ശേഷം എല്ലാ ദിവസവും ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഒരു ദിവസവും അത് മുടങ്ങരുത്. 40 ദിവസം അത് കഴിഞ്ഞ് ഉദ്ദേശിച്ച കാര്യം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നേടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഒരിക്കലും നേടിയെടുക്കാൻ പറ്റൂല എന്ന് കരുതുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളത് ചെയ്തു നോക്കൂ, അത് തീർച്ചയായും അത് നൽകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? 40 പ്രാവശ്യം ചൊല്ലണം. 40 പ്രാവശ്യം ചൊല്ലുമ്പോൾ അതിനിടയ്ക്ക് സംസാരിക്കരുത്. 41 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. ഒന്നുകൂടെ ആവർത്തിച്ച് പറയാണ്, 41 തവണയാണ് ചൊല്ലേണ്ടത്. 40 ദിവസമാണ് ചൊല്ലേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ അമലുകളിലൊക്കെ 40 പ്രാവശ്യമാണ്. ഇവിടെ 41 പ്രാവശ്യമാണ്, 41 വട്ടമാണ് ചൊല്ലേണ്ടത്. 40 ദിവസമാണത് ചെയ്ത് പൂർത്തീകരിക്കേണ്ടത്. ഈ 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. ഇതൊരുപാട് ആളുകൾ പരീക്ഷിച്ചവർക്ക് ഫലം കിട്ടിയ ഒരു അമലും കൂടെയാണ്. അതിനാണ് മുജറബായ അമൽ എന്ന് പറയുക. അത് മുജറബായ അമലാണ്. അതിൻ്റെ ഇജാസത്ത് പലരും ചോദിച്ച് ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല റിസൾട്ടും ലഭിക്കും. ഇജാസത്തോടു കൂടെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫലവും അതിന് ലഭിക്കും. അങ്ങനെ ഇനി അത് വേണമെന്ന് വിചാരിച്ച് കോണ്ടാക്ട് ചെയ്ത് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കും വേണ്ട. നമുക്ക് പലപ്പോഴും ചെയ്യാവുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് ഇടതടവില്ലാതെ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മുറിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കുമെന്നുള്ളതാണ്. ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, എല്ലാ ദിവസവും 1000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലലിനെ പതിവാക്കിയാൽ അയാൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അള്ളാഹു അവൻ്റെ മുമ്പിലേക്ക് അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. 1000 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവൻ്റെ ദുഃഖദുരിതങ്ങൾ മാറിപ്പോകും. അവൻ്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും. അവൻ്റെ എല്ലാ അഭിവൃദ്ധിയുടെ കവാടങ്ങളും അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടും. പൈശാചികമോ മറ്റോ ആയിട്ടുള്ള എല്ലാ ദ്രോഹങ്ങളും ഇല്ലാതാകും. ഇത് വലിയ അത്ഭുത ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകും. നമ്മളൊക്കെ എപ്പോഴും മനസ്സ് വേദനിച്ച് നടക്കുന്ന പല ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ പ്രസന്നരായിരിക്കാൻ, നല്ല റാഹത്ത്, സന്തോഷം, സമാധാനം കിട്ടാനൊക്കെ ഇത് വലിയ കാരണമാകുമെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നമ്മളിതൊക്കെ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിലൊക്കെ പെടുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ മഹത്വമുള്ള ഫലമുള്ള മുജറബായ, ഒരുപാട് ആളുകൾ ചെയ്തു പരീക്ഷിച്ച് ഫലം കിട്ടിയതിനാണല്ലോ മുജറബ് എന്ന് പറയുക. മുജറബായ അമലുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ആയത്തിൻ്റെ പൊരുൾ, ഇതിൻ്റെ രഹസ്യങ്ങൾ, ഇതിൻ്റെ അങ്ങേയറ്റത്തെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഇതിൻ്റെ വിഷയങ്ങളൊക്കെ അത് അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകിയാൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ആയത്തൊന്നും കാരണവശാൽ ഒഴിവാക്കൂല. ഇത് ശരിക്ക് സുരക്ഷിതത്വ വാഗ്ദാനമാണല്ലേ. നമ്മൾ അപകടങ്ങളിൽ പെടൂല, ബുദ്ധിമുട്ടുകളിൽ പെടൂല, ഏത് പ്രതിസന്ധികളിലും നമുക്ക് രക്ഷ ലഭിക്കുമെന്നൊക്കെ പറയുന്ന ഇതിനേക്കാളും വലിയ വാഗ്ദാനം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്തുണ്ട് അല്ലേ? നമ്മളൊരു അപകടത്തിലും പെടൂല, ഏത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അതൊരു ഹിഫ്ദിന് വേണ്ടിയിട്ട് നമുക്ക് വെക്കാവുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ടൊക്കെ അമൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്നതും ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങളോട് അറിയിക്കുന്നതൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ പറയുന്ന ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് അമൽ ചെയ്യുന്നവരുണ്ട്. ഓരോന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതുകൊണ്ടൊക്കെ ഇവർ ഇത് ചെയ്യൂലേ എന്നൊക്കെ കരുതുന്ന പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുമാർ ഓരോരുത്തരും എന്തെല്ലാം അമലുകളാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് കൃത്യമായി വിശ്വാസത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് എഴുന്നേൽക്കുന്നു, എല്ലാം ചൊല്ലുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരം അമലുകൾ ചെയ്യുന്നു.
അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമുക്ക് തന്നെ ഒരുപാട് പേഴ്സണലായിട്ട് ഓരോ ആഴ്ചയും ഇവിടെ ഒരുപാട് ആളുകൾ വരും ചൊവ്വാഴ്ചകളിൽ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഓരോ അമൽ കൊടുക്കുമ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കുറേ ആളുകൾ വരുന്നതുകൊണ്ട് ഒരുപാട് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ കാര്യമായിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. ഇവിടെ വന്നവർക്കറിയാം. ഇവിടെ വന്നാലൊരു ചെറിയ സ്ലിപ്പുണ്ട്. ആ സ്ലിപ്പിൽ എന്തെങ്കിലും ഖുർആനിൻ്റെ ആയത്തുകൾ അല്ലെങ്കിൽ ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ദുആകൾ, അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ, ജൽജലൂത്തിയിലെ ഏതെങ്കിലും ബെയ്ത്തുകൾ, മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇമാമുകൾ അയിമ്മത്ത് പറഞ്ഞ എന്തെങ്കിലും മുജറബായ അമലുകൾ, ഇതിനപ്പുറത്തേക്കൊന്നും തരുന്നില്ല. ഏതെങ്കിലും ഇസ്മിൻ്റെ അതത് എഴുതിയിട്ടുള്ള ഒരു കളം, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തരിക എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് ഇവിടെ നിന്നൊന്നും കൊടുക്കൂല. അതിന് സമയവുമില്ല അല്ലേ. എന്നാൽ ഇത് അത്രമേൽ ഫലമുള്ളതുമാണ്. കാരണം നമുക്കൊക്കെ എത്രയോ അനുഭവമാണ്. ലക്ഷങ്ങൾ കിട്ടാനുള്ളവരുടെ അവരുടെ ആ കിട്ടാനുള്ള ക്യാഷ് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയത് കിട്ടുന്നതായിട്ട് അനുഭവം വരുന്നു. ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു, ഞാൻ അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളിത് പറയാൻ വേണ്ടി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് കാര്യം ബോധ്യപ്പെടുത്തി തരില്ലല്ലേ. ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു, ഉസ്താദേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളവിടെ വന്നിരുന്നു, ആ കിട്ടാനുള്ള ക്യാഷ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് ബറക്കത്ത് നൽകട്ടെ. അതേപോലെ തന്നെ മുമ്പ് 12,000 ബിസ്മിയുടെ അമൽ പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ആളുകൾ. ഇതൊന്നും നമ്മുടെ മഹത്വമല്ല കേട്ടോ, ഇതൊക്കെ നമ്മളിവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരികയാണ്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം അതങ്ങനെ നിലനിർത്തിയിട്ട് കൂടുതൽ ഖുശൂഅോടുകൂടെ ഓരോ ഖുർആനിൻ്റെ ആയത്തുകളും ആത്മാർത്ഥമായിട്ട് ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നിങ്ങളിലേക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ പ്രവൃത്തി കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആ വിഷയം അങ്ങനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അമലുകളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാം. ശുദ്ധമായ തേന്, മായം കലരാത്ത കർഷകരിൽ നിന്ന് നമ്മൾ നേരിട്ടെടുക്കുന്ന കാട്ടുതേന്, അതുപോലെ തന്നെ കാട്ടുതേന് വളരെയധികം ഔഷധ വീര്യമുള്ളതാണ്. അത് കുറച്ച് വിലയുള്ള സാധനമാണ്. അതേപോലെ തന്നെ നല്ല നാടൻ തേന്, അതിലൊരു മായവും ചേർക്കാത്ത നാടൻ തേന്, ഇങ്ങനെയുള്ളതൊക്കെ ഇവിടുന്ന് പലരും ചോദിച്ചു കൊണ്ടുപോകാറുണ്ട്. പലരും അതിൻ്റെ നമ്പറൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് നമുക്കിതിൽ പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബർക്കത്ത് നൽകട്ടെ. ഈ തേനിൻ്റെയൊക്കെ ഔഷധ വീര്യത്തെ ഒരാൾ നിഷേധിച്ചിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾക്കത് പരിഹാരമാണ്. ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക്, ശോധനക്കുറവുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, ഇവർക്കൊക്കെ തേന് വലിയൊരു ഔഷധമാണ്. അപ്പോൾ ഒരു കിലോയുടെ തേനിൻ്റെ ബോട്ടിലോ മറ്റൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഇതുറപ്പാണ്, വിശ്വാസത്തോടു കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കാരണം ഞാൻ നേരിട്ട് കൃഷി ചെയ്യുന്നയാളിൻ്റെ അടുക്കലിൽ നിന്ന് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അതിലൊന്നും മായം ചേരുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടെ അവരത് നമുക്ക് തരുന്ന ബോട്ടിലേക്ക് ഒഴിക്കുന്നത് വരെ കൃത്യമായി കണ്ട് നേരിട്ട് വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം വിശ്വാസത്തോടു കൂടെ ശുദ്ധമായ തേന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നല്ല ഔഷധ വീര്യമുള്ള ഏത് രോഗങ്ങൾക്കും ശിഫയാണെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ച തേന് മക്കളുടെ ബുദ്ധിശക്തിക്ക്, ഓർമ്മശക്തിക്ക്, എക്സാമൊക്കെ നടക്കുന്നല്ലേ, അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. തേന് ആവശ്യമുള്ള ആളുകൾ നേരിട്ട് വന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അവർ നേരത്തെ ആ വിഷയം എഴുതി അറിയിച്ച് അത് ഓർഡർ എടുത്ത് വാങ്ങിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ കുറച്ച് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളീ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളെയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. നമ്മളെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ഈ മഹത്തായ ആയത്ത് എന്താവശ്യം കരുതിയാണോ നമ്മൾ ഓതുന്നത്, ആ ആവശ്യമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.